പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഇൻപുട്ട് ഡിവൈസിന്റെ അടുത്ത പാർട്ടിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ് നടത്തിയെടുത്തു നിന്നും പുതിയ കുറെ ഇൻപുട്ട് ഡിവൈസസ് ആണ് നമുക്കിന്ന് പഠിക്കാനായിട്ടുള്ളത്. അവ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് ആദ്യമായിട്ട് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാമത്തെ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്കാനറാണ്. നിങ്ങൾ പലപ്പോഴായി കണ്ടിട്ടുള്ള ഡിവൈസാണ് ഈ സ്കാനർ എന്ന് പറയുന്ന ഡിവൈസ്. ഇക്കാലഘട്ടത്തിൽ നമുക്ക് പ്രിന്ററിന്റെ കൂടെ തന്നെ സ്കാനറുകളും വരുന്നുണ്ട്. പ്രിന്ററിനോടൊപ്പം തന്നെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള സ്കാനറുകളും ഉണ്ടായി വരുന്നു. സ്കാനറുകളുടെ പർപ്പസ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും, സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും സാധനങ്ങൾ, ഡോക്യുമെന്റുകൾ നമുക്ക് സ്കാൻ ചെയ്ത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സ്കാനർ എന്ന് പറയുന്ന ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിനെ സ്കാൻ ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടറിനുള്ളിലേക്ക് ഡിജിറ്റൽ വേർഷൻ ആയിട്ട് നമുക്ക് സേവ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഡിവൈസ് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരിക. നമുക്ക് ആ ഡിവൈസിനെ പറ്റി പറയുമ്പോൾ അവ രണ്ടു തരത്തിൽ ഉണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ഔട്ട് ഒരു ഡോക്യുമെന്റ് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡിജിറ്റൽ കോപ്പി ആയിട്ട് മാറ്റണമെങ്കിൽ രണ്ടു തരത്തിലുള്ള സ്കാനറുകൾ നമുക്ക് പ്രചാരം നേടിയിട്ടുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള സ്കാനേഴ്സ് ആണ്. ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വളരെ ചെറുതാണ്, കൈക്കുള്ളിൽ ഒതുങ്ങുന്നതാണ് ഈ സ്കാനർ. എന്ത് പിക്ചറാണോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആണോ നിങ്ങൾക്ക് സ്കാൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരിക, ആ ഡോക്യുമെന്റ് പുറത്തൂടെ ഈ ചെറിയ ഡിവൈസ് നിങ്ങൾ കൈകൊണ്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡോക്യുമെന്റിനെ സ്കാൻ ചെയ്യാനായിട്ട് കഴിയും. മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നവര് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ആപ്ലിക്കേഷൻ DOC സ്കാനർ എന്നത്, ഡോക്യുമെന്റ് സ്കാനർ. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് PDF ഇമേജോ ആയിട്ടൊക്കെ മാറ്റണമെങ്കിൽ നിലവിൽ മൊബൈലിനകത്ത് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഒരുപക്ഷെ നമുക്ക് ഹാൻഡ് ഹെൽഡ് സ്കാനർ ആയിട്ട് കണക്കാക്കാം. ഇതിന് ഈ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുൻപേ അന്നുണ്ടായിരുന്ന ഡിവൈസാണ് ഹാൻഡ് ഹെൽഡ് സ്കാനർ. അതിനകത്ത് കുറച്ച് ലൈറ്റ് എമിറ്റിംഗ് ചെയ്യുന്ന ഡയോഡുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവ ഈ ഡോക്യുമെന്റിനെ സ്കാൻ ചെയ്ത് ഡോക്യുമെന്റിന്റെ ഡിജിറ്റൽ ഫോമിലേക്കുള്ള ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഈ സ്കാനർ യഥാർത്ഥത്തിൽ വളരെ സ്ലോ ആയിട്ട് നമ്മൾ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ക്ലാരിറ്റി ഇല്ലാതെ ചില ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടില്ലേ, ഷെയ്ക്ക് ആവുന്ന ഫോട്ടോസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോഴതുപോലെയൊക്കെ തന്നെ നമ്മൾ വളരെ സാവധാനം മൂവ് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഡോക്യുമെന്റ് ലഭിക്കുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമതായിട്ട് ഉള്ള സ്കാനറാണ് ഫ്ലാറ്റ് ബെഡ് സ്കാനർ എന്ന് പറയുന്ന രണ്ടാമത്തെ ടൈപ്പ് സ്കാനർ. അത് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഫോട്ടോ കോപ്പിയിങ് മെഷീൻ പോലെ തന്നെയാണ് ഫ്ലാറ്റ് ബെഡ് സ്കാനർ വർക്ക് ചെയ്യുക. നിലവിൽ ഇത്തരത്തിലുള്ള സ്കാനറുകൾ നിങ്ങൾക്ക് വാങ്ങാൻ വളരെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് കിട്ടുള്ളൂ. കാരണം ഇപ്പോൾ പ്രിന്ററുമായിട്ട് ചേർന്ന് ഒരുമിച്ചാണ് സ്കാനറുകൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റ് ബെഡ് സ്കാനറിനകത്ത് നിങ്ങൾ ഫോട്ടോ കോപ്പിയർ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഏത് ഡോക്യുമെന്റിന്റെ കോപ്പിയാണോ നിങ്ങൾക്ക് എടുക്കേണ്ടത് അത് മേളിലത്തെ ഈ കോപ്പിയറിന്റെ മേളിലത്തുള്ള ആ ഒരു വിൻഡോ അല്ലെങ്കിൽ ഒരു ഡ്രോ പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ ഒരു ഗ്ലാസ് പ്രതലമുണ്ട്. ആ ഗ്ലാസ് പ്രതലത്തിൽ നിങ്ങൾക്ക് ഏത് ഡോക്യുമെന്റ് ആണോ സ്കാൻ ചെയ്യേണ്ടത് ആ സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെന്റ് വെച്ചിട്ട് നന്നായിട്ട് വേറെ പ്രകാശം അടിക്കാത്ത രീതിയിൽ അതിനെ കവർ ചെയ്യുന്നു. എന്തിനാണ് കവർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാൻ കണ്ടിട്ടുണ്ട്, അല്പമെങ്കിലും വെളിച്ചം അകത്തേക്ക് കടക്കുന്നുവെങ്കിൽ ആ സ്ഥലത്ത് വളരെ കറുത്ത ഒരു ഫോട്ടോ കോപ്പിയിൽ വളരെ ഡാർക്കായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നന്നായിട്ട് അതിനെ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടു തരത്തിലുള്ള സ്കാനർ അതിനകത്ത് ഉണ്ട്. ഫ്ലാറ്റ് ബെഡ് സ്കാനറിനകത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള സ്കാനറുകളുണ്ട്, കളർ സ്കാനേഴ്സും ഉണ്ട്. നിലവിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കാനേഴ്സ് കിട്ടത്തില്ല, പുസ്തകത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പഴയ കാലത്ത് ഉണ്ടായിരുന്നതായിരുന്നു. ഇപ്പോഴും നമുക്കത് ഇക്കാലത്ത് നമുക്ക് എല്ലാം കളർ സ്കാനറായിട്ട് തന്നെ എടുക്കാൻ കഴിയുക. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ് സ്കാനറിനകത്ത് നിങ്ങൾക്ക് ഡോക്യുമെന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകണോ
കളറാകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 തരത്തിലുള്ള സ്കാനിങ് കോപ്പീസും ലഭിക്കും എന്ന് കാണാനായിട്ട് കഴിയും. ഫ്ലാറ്റ് ബെഡ് സ്കാനർ മറ്റേ സ്കാനറിന്റെ ഹാൻഡ് ഹെൽഡ് സ്കാനറിനേക്കാളും സൈസ് വലുതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇതിന്റെ എക്സ്പെൻസും കൂടുതലാണെന്ന് കാണാനായിട്ട് കഴിയും. അതായത് സ്കാൻ ചെയ്യുന്ന പ്രതലം എന്ന് പറയുന്നതിന്റെ വലിപ്പം കൂടുതലാണ്. നമുക്ക് A4 സൈസ് പേപ്പറൊക്കെ വയ്ക്കാനായിട്ട് കഴിയുന്ന ഒരു പ്രതലം, ഗ്ലാസ് പ്രതലമാണ് സ്കാൻ ചെയ്യാനായിട്ട് കിട്ടുക. മറ്റേ ഹാൻഡ് ഹെൽഡ് സ്കാനറിലാണെങ്കിൽ സ്കാൻ ചെയ്യുന്ന പ്രതലം ഹെഡ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംവിധാനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഫ്ലാറ്റ് ബെഡ് സ്കാനറുകൾ മോർ എക്സ്പെൻസീവ് ആണ് മറ്റു സ്കാനറിനേക്കാൾ എന്ന് കാണാനായിട്ട് കഴിയും. നമുക്ക് അടുത്ത ഇൻപുട്ട് ഡിവൈസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഓപ്റ്റിക്കൽ ക്യാരക്ടർ റിക്കഗ്നിഷൻ എന്ന് പറയുന്ന OCR ഡിവൈസ്. OCR ഡിവൈസും ഇതുപോലെ തന്നെയാണ്. ഡിവൈസ് സ്കാൻ ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുക. സ്കാൻഡ് ഡോക്യുമെന്റ് ബിറ്റ് മാപ്പ് ആയിട്ട് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയും. യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രയോജനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഡോക്യുമെന്റ് ഉണ്ട്, ഒരു വളരെ പഴയ ഒരു ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റിനെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അതിനകത്തുള്ള ചില ലെറ്ററുകളൊന്നും കാണാൻ പറ്റുന്നില്ല. ഡോക്യുമെന്റ് വളരെ നല്ലതായിട്ടല്ല ഇരിക്കുന്നത്. അതിനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫോർമാറ്റ് ചെയ്ത് അതിന്റെ ഫോണ്ട് മാറ്റണം, കളറൊക്കെ മാറ്റിയിട്ട് ഓരോരു തരത്തിലേക്ക് പ്രിന്റ് എടുക്കണമെന്ന് കരുതുക. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അതിന്റെ ഒരു സ്കാൻ ചെയ്ത് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഇല്ല. പക്ഷെ ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷനകത്ത് സംഭവിക്കുന്നത്, OCR ഒരു സോഫ്റ്റ്വെയർ ആണ് ആക്ച്വലി ഉപയോഗിക്കുന്നത്. നിങ്ങൾ സ്കാൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റ് കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്താണ് അതിന്റെ മാറ്റർ എന്ന്. ആ മാറ്ററിനെ നമ്മൾ സ്കാൻ ചെയ്ത് ഒരു ഇമേജ് ആക്കി മാറ്റിയതിന് ശേഷം ആ ഇമേജിനെ എന്ത് ചെയ്യുന്നു, ഈ OCR സോഫ്റ്റ്വെയറിനകത്ത് കൊടുക്കുമ്പോൾ OCR സോഫ്റ്റ്വെയർ ആ ഇമേജിനെ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആയിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷനകത്ത് ആ ഡോക്യുമെന്റിനകത്തുള്ള ക്യാരക്ടറുകളെ നമുക്ക് റിക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുന്നു, തിരിച്ചറിയാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ നേട്ടമായിട്ട് കാണുക. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ലെറ്റർ, പഴയ ഒരു ലെറ്റർ, അതിനെ നമുക്ക് സ്കാൻ ചെയ്ത് കിട്ടി. അതിനകത്ത് നമുക്ക് എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് പുതിയൊരു ലെറ്റർ ആയിട്ട് ഫോമിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് കഴിയുമെന്ന് കാണും. അപ്പോൾ അതിനകത്തുള്ള ലെറ്ററോ ടെക്സ്റ്റോ ഒക്കെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു, റെപ്രസെന്റ് ചെയ്യാനായിട്ട് കഴിയുന്നു. അപ്പോഴും ആ ഡോക്യുമെന്റിനകത്തുള്ള ഡീറ്റെയിൽസ് മുഴുവനായിട്ട് നമുക്ക് എഡിറ്റബിൾ ഫോമിലേക്ക് നമുക്ക് മാറ്റി കിട്ടുന്നു എന്നുള്ളതാണ് നേട്ടം. ഇതെവിടെ ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നമുക്ക് കിട്ടി, അതത്ര ക്ലാരിറ്റി ഇല്ല, നമുക്ക് ക്ലാരിറ്റി ഉള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് മാറ്റണമെങ്കിൽ അതിലൊരു ടെക്സ്റ്റ് ഫയലായിട്ട് മാറ്റിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതിനകത്തുള്ള ഫോണ്ട് നിങ്ങൾക്ക് മാറ്റണം. ഇപ്പൊ ഒരു നോട്ടീസ് നിങ്ങൾക്ക് കിട്ടി, അതിന്റെ ഫോണ്ട് മാറ്റണം. ഒറിജിനൽ വേർഡ് ഡോക്യുമെന്റോ ഫോട്ടോഷോപ്പ് പേജ് മേക്കേഴ്സ് ഡോക്യുമെന്റോ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ വേറൊരു വഴിയില്ല, ആ ഡോക്യുമെന്റ് അതേപടി പ്രിന്റ് എടുക്കാൻ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കുന്നതാണ് ഈ OCR ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. അതൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോഴൊരു ഇമേജിനെ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നു, എഡിറ്റബിൾ ഫോമാറ്റിലുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ നേട്ടമായിട്ട് കാണാൻ കഴിയും. അടുത്ത ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഓപ്റ്റിക്കൽ മാർക്ക് റിക്കഗ്നിഷൻ എന്ന് പറയുന്ന OMR എന്ന് പറയുന്ന റിക്കഗ്നിഷൻ. OMR നിങ്ങൾ പലപ്പോഴായി പരിചയപ്പെട്ടിട്ടുണ്ട്. ചില മാർക്കുകൾ മാത്രമേ ഈ OMR റിക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ, മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എൻട്രൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മളോട് പറയും ചില ബബിൾ കറുപ്പിക്കാൻ പറയും, ചില ബോക്സുകൾ ചിലടത്ത് പറയും ചില ഇൻറ്റു മാർക്കുകൾ ഇടാൻ പറയും. അപ്പോൾ അത്തരത്തിലുള്ള ചില മാർക്കിങ്ങുകൾ മാത്രമേ ഇത്തരത്തിലുള്ള ഓപ്റ്റിക്കൽ മാർക്ക് റിക്കഗ്നൈസ് ചെയ്യാറുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന ചില മാർക്കുകൾ മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകളാണ് OMR എന്ന് പറയുന്ന ഡിവൈസസ്. OMR ഇതിലൂടെ തന്നെ, പക്ഷെ അതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന മാർക്കുകൾ വളരെ കൃത്യമായിരിക്കണം. ആ മാർക്കുകൾ സ്കാൻ ചെയ്യാൻ വയ്ക്കുന്നത് കൃത്യം പൊസിഷനിലായിരിക്കണം. ചെറിയൊരു പൊസിഷനിൽ മാറിക്കഴിഞ്ഞാൽ പോലും അത് കൃത്യമായിട്ട് റിക്കഗ്നൈസ് ചെയ്യാൻ അതിന് സാധിക്കത്തില്ല എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ വളരെയധികം കെയർ നമ്മൾ എടുക്കണം OMR ഉപയോഗിച്ച് റിക്കഗ്നൈസേഷൻ നടത്തുമ്പോൾ. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഓപ്റ്റിക്കൽ മാർക്ക് റിക്കഗ്നിഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ്. ഈ OMR ടെക്നോളജിയുടെ നേട്ടം എന്ന് പറയുന്നത്, ഇപ്പോൾ PSCയിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകും, അപ്പോഴവിടെയൊക്കെ OMR പ്രത്യേകം നിങ്ങൾക്ക് ഷീറ്റ് തരും. ആ ഷീറ്റിനുള്ളിലാണ് നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഷീറ്റ് ഒരു മെഷീനകത്ത് ഫെഡ് കൊടുക്കും. അതിനൊന്നും
ആ മെഷീൻ അതിനകത്ത് ബബിൾ ചെയ്തിരിക്കുന്ന, ഞാനിപ്പോ ഇതിനകത്ത് യെല്ലോ കളറിലാണ് ബൗൾ ചെയ്തിരിക്കുന്നത്, ആ യെല്ലോ കളർ ബൗൾ ചെയ്തിരിക്കുന്ന ആ ലൊക്കേഷനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഏത് ഓപ്ഷനാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അദ്ദേഹത്തിന് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് നേട്ടം. പക്ഷെ അവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മൾ ഈ പരീക്ഷകൾക്കോ അല്ലെങ്കിൽ അതിനു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന പ്രത്യേക ഷീറ്റുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. കാരണം OMR എക്സാം നടത്തണമെങ്കിൽ OMR ഷീറ്റ് നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്യുകയും അതിനുള്ളിൽ പ്രത്യേകം മാർക്കിംഗ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും വേണം എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കണ്ടു കഴിഞ്ഞാൽ ഹൈ സ്പീഡ് റീഡിംഗ് ആണ്. ഒരു ആൻസർ ഷീറ്റ് നമുക്ക് യഥാർത്ഥത്തിൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ 10-15 മിനിറ്റ് വേണ്ടി വരുമെങ്കിൽ ഈ OMR ടെക്നോളജിയിലൂടെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതായത് നിങ്ങൾ OMR ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 10-100 എണ്ണം ഈ OMR ഷീറ്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ OMR ഇവാലുവേറ്റ് ചെയ്ത് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് നേട്ടം. പല കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള പരീക്ഷാ രീതികൾ പരീക്ഷിക്കുന്നുമുണ്ട്. കാരണം എളുപ്പത്തിൽ കുട്ടികൾക്ക് പരീക്ഷ നടത്തി മാർക്ക് നടത്താൻ ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് മാത്രമേ അത് പ്രായോഗികമാകൂ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇതിനു വേണ്ടിയാണ് നമ്മൾ OMR സ്കാനറുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നതാണ് OCR എന്ന് പറയുന്ന MICR എന്ന് പറയുന്ന സ്കാൻ. MICR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റിക്കഗ്നൈസർ എന്ന് പറയുന്നതാണ് MICR. നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും. ചില ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ചില പ്രത്യേക ക്യാരക്ടറുകൾ മാത്രം അത് ആ സോഫ്റ്റ്വെയർ റീഡ് ചെയ്യും. നേരത്തെ നമ്മൾ കണ്ടതിനകത്ത് ചില സിംബൽസ് മാത്രമേ റീഡ് ചെയ്യുള്ളൂ. ഇതിനകത്ത് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ റീഡറിനകത്ത്, OMR റീഡറിനകത്ത് ചില ഓപ്റ്റിക്കൽ മാർക്കുകൾ മാത്രമേ റീഡ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതായത് പ്രകാശത്തിന്റെ സഹായത്തോടെ ചില മാർക്കുകൾ മാത്രം റീഡ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ ഇവിടെ മാർക്ക് മാത്രമല്ല, ചില ക്യാരക്ടേഴ്സ്, അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന ചില ക്യാരക്ടേഴ്സും നിങ്ങൾക്ക് റീഡ് ചെയ്യാനായിട്ട് കഴിയുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഒരു ചെക്കിനകത്ത് വന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറോ നിങ്ങൾ എഴുതുന്ന എമൗണ്ടോ റീഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചെക്ക് നമ്പറോ ഒക്കെ റീഡ് ചെയ്യാൻ. പക്ഷെ ഈ ചെക്ക് ലീഫിനകത്ത് കണ്ടോ, ഈ നമ്പറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ആ നമ്പർ എഴുതിയിരിക്കുന്നത്. അത്തരത്തിൽ എഴുതിയിരിക്കുന്ന നമ്പറുകളെ ഈ കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇത് പണ്ട് കാലത്ത് ഇത്തരത്തിലാണ് ചെക്കുകളിൽ നമ്പർ എഴുതിയിരുന്നതും അങ്ങനെയാണ് നമ്പർ റീഡ് ചെയ്തിരുന്നതും. അപ്പോൾ മാൾ പ്രാക്ടീസ് നമുക്ക് തടയാനായിട്ട് കഴിയും. അതല്ലേ, ചില ആൾക്കാർ ഫോർജ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഫോർജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ചില ഡോക്യുമെന്റ് മാനിപ്പുലേറ്റ് ചെയ്ത ഡോക്യുമെന്റ്സുകളാണ്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഡോക്യുമെന്റുകളെ തിരിച്ചറിയാനായിട്ട് നമുക്കിത് സഹായമാകുന്നു എന്ന് കാണാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ ഈ പ്രിന്റിംഗ് നടത്തിയിരിക്കുന്നത് മാഗ്നറ്റിക് ഇങ്ക് ഉപയോഗിച്ചാണ്. അതായത് ഫോട്ടോ സ്റ്റാറ്റ് മെഷീൻ പോലെ തന്നെയാണ്. പക്ഷെ അതിനകത്ത് ഇത്തരത്തിലുള്ള ഇങ്ക് ഉപയോഗിച്ച് എഴുതുന്ന ലെറ്റേഴ്സ് മാത്രമേ, പ്രത്യേക രീതിയിൽ എഴുതുന്ന ലെറ്ററുകൾ മാത്രമേ ഈ മെഷീൻ റീഡ് ചെയ്യത്തുള്ളൂ. അല്ലാത്തത് റീഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അല്ലാത്ത ചെക്ക് ലീഫ് വെച്ച് കഴിഞ്ഞാൽ, ഫോർജ്ഡ് ആയിട്ടുള്ള ചെക്ക് ലീഫ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മെസ്സേജ് വരും, ഇൻകറക്റ്റ് എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് കാണാം. ഇനി അടുത്ത് വരുന്നതാണ് ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡർ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മാർജിൻ ഫ്രീയിലോ നമ്മുടെ ലൈബ്രറിയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ബാർകോഡ് റീഡറുകൾ കാണാനായിട്ട് കഴിയും. പുസ്തകങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിന്റെ പുറകുവശത്ത് തരത്തിലുള്ള ഒരു ബാർ കോഡ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഈ കോഡ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു ബാർകോഡ് റീഡർ എന്ന് പറയുന്ന ഒരു മെഷീൻ അങ്ങനെയാണ്, ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള മെഷീൻ. അത് ഒറ്റ പ്രാവശ്യം നമ്മളിങ്ങനെ ഈ ബാർകോഡിലേക്ക് നമ്മൾ ലൈറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു പിക്ചർ ലഭിക്കും. ആ പിക്ചറിന്റെ അടിസ്ഥാനത്തിലാണ് ചില കാൽക്കുലേഷൻ നടത്തിയിട്ട് തീരുമാനിക്കുന്നത് ഈ ബുക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ മെറ്റീരിയലിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്ന് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ബാർകോഡിൽ പല തിക്നെസ്സിലും പല അകലങ്ങളിലുമുള്ള ബാറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ താഴെ ചില ഡിജിറ്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് വായിച്ചാൽ മനസ്സിലാവുന്നില്ല. ഈ ഡിജിറ്റ് കൊടുത്തിരിക്കുന്ന അഥവാ ബാർകോഡ് എന്തെങ്കിലും ടാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും കീറൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
പകരം ഒരു സംവിധാനമായിട്ടാണ് ഈ നമ്പറുകൾ കൊടുത്തിരിക്കുന്നത്. ഈ നമ്പർ എൻ്റർ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ കണ്ടില്ലേ മാർക്കറ്റ് ട്രീയിലൊക്കെ സാധനം മേടിക്കുമ്പോൾ ഒരു സാധനം എടുത്ത് ബാർകോഡിൽ വെച്ചിട്ടൊന്നും അത് റിക്കഗ്നൈസ് ചെയ്യുന്നില്ല. റിക്കഗ്നൈസ് ചെയ്യാതിരിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ താഴെയുള്ള നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏത് ഐറ്റം ആണെന്ന് മനസ്സിലാകും. അതായത് അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇവിടെ എഴുതിയിരിക്കുന്ന 9 എന്ന് എഴുതിയിരിക്കുന്ന ഇതിന് അതിന്റെ തൊട്ടുമേലുള്ള ലൈനിന് ഒരു പ്രത്യേക തിക്നെസ്സും ഒരു പ്രത്യേക അകലവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളെ അത് തീരുമാനിക്കുക എന്നാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ വളരെ എളുപ്പത്തിൽ വേഗത്തിൽ ഇത്രയും ലെറ്ററുകൾ അടിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറെ സമയം വേണ്ടി വരും. ആ സമയം ലാഭിക്കാനായിട്ട് മാർജിൻ ഫിഗറിലൊക്കെ സാധനം എടുത്ത് വെറുതെ ഒരു സെക്കൻഡ് അതിന്റെ മുന്നിൽ കാണിച്ചാൽ മതി, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കാണിച്ചാൽ തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത്തരത്തിലാണ് ബാർകോഡ് റീഡറുകൾ എന്നറിയപ്പെടുക. അപ്പോൾ തിക്നെസ്സും സ്പേസിംഗ് ഓഫ് ബാർസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിനകത്ത് ഇൻഫർമേഷൻ ഫീഡ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ ഇൻപുട്ട് ഡിവൈസിനെ പറ്റിയുള്ള ചർച്ചകൾ ഏകദേശം കഴിഞ്ഞു, ക്ലാസ്സുകൾ കഴിഞ്ഞു. ഈ വീഡിയോയും സസൂക്ഷ്മം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാനായിട്ട് ശ്രമിക്കാം. ഞാനിതിന്റെ നോട്ടും ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ദയവായിട്ട് ആ നോട്ട്സും ഒന്ന് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഈ നോട്ട്സ് കൊണ്ട് സാറ്റിസ്ഫൈ ആവാത്ത ആൾക്കാർ കുറച്ചുകൂടെ നോട്ട് തയ്യാറാക്കി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഈ നോട്ട്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ കുറച്ചുകൂടെ നിങ്ങൾക്ക് കൂടുതൽ, ഞാനിതിനകത്ത് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ആ ടെക്സ്റ്റ് ബുക്ക് ഞാൻ സിലബസിൽ തന്നിരിക്കുന്ന പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുത്തൊന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ ഒരു നോട്ട് കൂടെ തയ്യാറാക്കി പോകുന്നത് പരീക്ഷയ്ക്ക് നല്ലതാണ്. ഞാൻ ഇത്തരത്തിലുള്ള റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ലെക്ചർ ഇടുന്നതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പല കുട്ടികളും ജോയിൻ ചെയ്തത് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരും നേരത്തെ വീഡിയോകൾ കാണുക. ഇനി പരീക്ഷ എന്ന് നടത്തുമെന്നുള്ളതിനെ പറ്റി നമുക്ക് വലിയ കൃത്യതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്ന് പരീക്ഷ നടന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടെ അത് കാണാനായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉതകും. അതുകൊണ്ട് തന്നെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന അതേ ഓർഡറിൽ തന്നെ വീഡിയോകൾ നിങ്ങൾ ഒരു ഫോൾഡറിനകത്ത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പല സമയം നിങ്ങളൊന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചുള്ള സംഗതികളായിട്ട് കുഴപ്പമില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അത്തരം ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ പഠിച്ചിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള വിവരങ്ങളായിരിക്കണമെന്നില്ല. അത് മനസ്സിലാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് എ ലോട്ട്.